ഞാനൊരു കഥ പറയാം. ഞാൻ പാദസരമിടുന്നത് അവസാനിപ്പിച്ച കഥയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ആത്മസുഹൃത്തുണ്ടായിരുന്നു, സൂര്യ. അവളുടെ വീട്ടിൽ ഒരു കുസൃതി നായയും ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവൻ എന്നെ ഓടിക്കും. വീട്ടിൽ നിന്ന് മാത്രമല്ല, ആ പരിസരത്തു കൂടി നടന്നാലും അവൻ ഓടി വന്ന് എന്നെ ആക്രമിക്കും. എന്നാൽ മറ്റാരെയും അവൻ ഒന്നും ചെയ്യാറില്ല. ഒരിക്കൽ അവൻ എന്നെ സൂര്യയുടെ വീടിന് ചുറ്റും ഓടിച്ചു. നിലത്ത് വീണ എന്നെ കാലിൽ മാന്തി മുറിവേൽപ്പിച്ചു. തക്ക സമയത്ത് സൂര്യ ഇടപെട്ടതുകൊണ്ട് ഞാൻ പരുക്കുകളോടെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്താണ് അവൻ എന്നോട് ഇത്ര ദേഷ്യമെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഒരു ദിവസം എൻ്റെ പാദസരം പൊട്ടിപ്പോയപ്പോൾ ഞാനത് ഊരി വെച്ചു. അന്ന് അതുവഴി നടന്നപ്പോൾ അവൻ എന്നെ ഒന്നും ചെയ്തില്ല, കുരച്ചതുമില്ല. എന്നു മാത്രമല്ല, വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പാദസരത്തിൻ്റെ ശബ്ദമായിരുന്നു അവൻ്റെ ശത്രു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് അവന് വേണ്ടി ഒഴിവാക്കിയ പാദസരം പിന്നീട് ഞാൻ ധരിച്ചിട്ടേ ഇല്ല കേട്ടോ. The day I stopped wearing anklets. Let me tell you a story. It's a story about the time I stopped wearing my anklet. In my childhood, I had a very close friend, Surya. There was also a naughty little dog at her house. Every time I went to her place, that dog would chase me. Not just near the house, even if I passed anywhere around that area, he would run at me and try to attack. But strangely, he never troubled anyone else. Once, he chased me all around Surya's house. I fell down, and he scratched my leg badly. I barely escaped with injuries because Surya intervened at the right time. None of us could figure out why he hated me so much. One day, my anklet broke, so I just removed it. When I walked by that day, he didn't bother me at all, not even a bark. Not only that, but he also showed his love by wagging his tail. That's how I realized the sound of the anklet was the real enemy for him. From that day onwards, just because of him, I stopped wearing anklets, and I never wore them.